ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. റവ അപ്പം അരി കുതിർക്കുകയോ അരക്കുകയോ ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1.25 കപ്പ് അളവിൽ റവ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ നിങ്ങളുടെ കയ്യിൽ വറുത്തതാണെങ്കിലും വറുക്കാതാണ് ഏതാണ് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക, ആട്ടപ്പൊടി. അപ്പോൾ ആട്ട അല്ലെങ്കിൽ മൈദയാണ് ഉള്ളതാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ, മൈദ വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏത് പൊടിയായാലും കുഴപ്പമില്ല, എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ചൂടായി പോകരുത്, ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മാവ് പൊങ്ങി കിട്ടില്ല ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എത്ര ലൂസ് വേണം നമുക്ക് ചുട്ടെടുക്കാൻ പാകത്തിന്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അരയുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നമ്മുടെ മാവെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം മാവ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, അപ്പോൾ പൊങ്ങാൻ കുറച്ച് അത്യാവശ്യം സമയം എടുക്കും. അപ്പോൾ നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ച് നല്ല ചൂടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ 5 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ പൊങ്ങാൻ വേണ്ടി. 5 മിനിറ്റ് വേണ്ടി വരില്ല നല്ല ചൂടൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണേ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി കേട്ടോ. അഥവാ നിങ്ങൾക്ക് നല്ല ടൈറ്റ് പോലെ കാണുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അപ്പത്തിൻ്റെ കണക്കായിട്ടുള്ള ആ ഒരു ലൂസിൽ നിങ്ങൾ എടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രയാണോ കട്ടി ആവശ്യം അതിനനുസരിച്ചിട്ട് ഓരോ തവിയായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു സമയം തന്നെ മുകൾ ഭാഗം ഇതുപോലെ ചെറിയ ചെറിയ ഓട്ടകൾ വരും. അപ്പോൾ മുഴുവനായിട്ട് ഓട്ട വന്ന് നന്നായിട്ട് ആറിയ ശേഷം നമുക്കിത് കോരിയെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ദോശയൊന്ന് ചുറ്റിച്ചെടുക്കുന്ന പോലെ ഒരുപാട് ചുറ്റിച്ച് നേരെ രീതിയിലൊന്നും എടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒരിക്കൽ ഒന്ന് ചുറ്റിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ആറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു മുകൾ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ആറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പാനിന് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഈസി ആയിട്ടുള്ള റവ അപ്പം നല്ല സോഫ്റ്റാണ്. ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇരിക്കും തോറും എന്താ പറയുക നല്ല ഹാർഡായിട്ട് വരുമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുക. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് നമ്മുടെ അരിയൊക്കെ അരച്ചിട്ട് ചുടുന്ന ആ ഒരു മാവിൻ്റെ പെർഫെക്ഷനിൽ കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കൂടി നല്ല പുളിച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെ ആയിട്ടാണ് ഈ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്